നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളിൽ ഏറെ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയം ഗോസിപ്പാണ്. ഗോസിപ്പ് പറയാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്താനാവൂ. ഏത് ജെൻഡറാണെങ്കിലും, അത് ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ പറ്റിയുള്ള ഗോസിപ്പുകൾ. ഇപ്പം ഗോസിപ്പ് പറയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ മറ്റൊരാളിനെ പറ്റി പറയുന്ന അഭിപ്രായമാണല്ലോ ഗോസിപ്പ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് ഒരാൾ മറ്റൊരാളോട് പറയുന്നു. അവിടെ നിന്ന് രണ്ടാമൻ മൂന്നാമനോട് പറയുന്നു. അങ്ങനെ പല ചെവികളിലൂടെ കേട്ട് ഈ ഒരു കാര്യം കുറേയേറെ ആൾക്കാരിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു കിംവദന്തി മാത്രമായിരിക്കും അത്. പക്ഷേ കൈമറഞ്ഞു പോകുന്തോറും അതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായേക്കാം. ഓരോരുത്തരും അവനവന് അറിയാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവനവന് കഴിയുന്ന വിധത്തിൽ അതിനകത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് കൂട്ടിച്ചേർത്ത് ആ കാര്യം പറഞ്ഞ് പരത്തുന്നു. ഇങ്ങനെ പറഞ്ഞു പരത്തുന്ന പല കാര്യങ്ങളും പിന്നീട് മറ്റുള്ളവർ അതിനെ ഒരു സത്യമായി തന്നെ കരുതി വിശ്വസിച്ചു പോരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരോട് തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നതിലൂടെ ഇവർ ഈ കാര്യം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. ആദ്യമായി ഈ ഗോസിപ്പ് പറഞ്ഞ ആളിന് പിന്നീട് വസ്തുത ബോധ്യപ്പെട്ടു, അയാൾക്കതൊന്ന് തിരുത്തണമെന്നുണ്ട്. സാധിക്കുമോ? ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ടൂത്ത് പേസ്റ്റ് ബ്രഷിലേക്ക് എടുക്കാനായിട്ട് പേസ്റ്റിൽ നിന്ന് ഞെക്കി അത് ബ്രഷിലേക്ക് എടുക്കും. അതേ പേസ്റ്റ് തിരിച്ചാ ട്യൂബിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഇതാണ് ഗോസിപ്പും മനുഷ്യരും തമ്മിലുള്ള ബന്ധം. ഒരിക്കൽ പറഞ്ഞു പോയ കാര്യങ്ങൾ തിരുത്താൻ അത് സൃഷ്ടിച്ച ആളിന് പോലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാനാകില്ല. അതിങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് നടന്ന് മറ്റുള്ളവരുടെ എല്ലാം ചെവികളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. പറഞ്ഞതെല്ലാം പിൻവലിച്ചു എന്ന് നമുക്ക് സാങ്കേതികമായിട്ട് പറയാം. ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ പറയുന്ന വാക്ക് പിൻവലിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അതുണ്ടാക്കുന്ന തീവ്രമായ അനന്തരഫലങ്ങളെ ആർക്കും തടുത്തു നിർത്താനാകില്ല. ഒരു കാര്യം ഉറപ്പാണ്, നന്മകൾ നിറയുന്ന കഥകളൊന്നും സ്വയം പരക്കില്ല. അതേസമയം ചീത്തക്കഥകളെല്ലാം തന്നെ സ്വന്തമായിട്ട് അത് പരന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള കഥകൾക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് മറ്റു കഥകളും കൂടെ ചേരും. മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മളൊരു കൂട്ടിൽ നിന്ന് വന്യമൃഗത്തെ തുറന്നു വിട്ടു എന്ന് കരുതുക. അതേ ലാഘവത്തോടെ ആ തുറന്നുവിട്ട ആ വന്യമൃഗത്തെ തിരിച്ചു കയറ്റാം, സിംഹത്തെ അല്ലെങ്കിൽ കടുവയെ തിരിച്ചു കയറ്റാം എന്ന് കരുതുന്നത് പോലെ തന്നെ ശുദ്ധവിഡിതമാണ് ഓരോ പരദൂഷണവും. തിരിച്ച് കയറ്റിയാലും തിരുത്താനാകാത്ത പല ദുരന്തങ്ങളും അതിനിടയിൽ അവ സൃഷ്ടിച്ചിട്ടുണ്ടാകും. ഒരു കഥയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് തിരുത്താമെന്ന് കരുതുന്നത് വെറും ഒരു വ്യാമോഹം മാത്രമാണ്. ഈ പറഞ്ഞു തുടങ്ങുന്ന ആൾ അവസാനം ഈ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തിയോട് ക്ഷമിക്കണം എന്നൊരു വാക്കു പറഞ്ഞാലും യാതൊരു ഫലവും ഉണ്ടാകില്ല. കാരണം അതിനിടയിൽ തന്നെ ആ അസത്യപ്രചാരണം കൊണ്ട് തിരുത്താനാവാത്ത പല ദുരന്തങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടാകും. ക്ഷമിക്കണമെന്ന വാക്ക് എല്ലായിടത്തും ഒരു പരിഹാരമായിട്ട് കരുതുകയേ വേണ്ട. യാതനകൾ ഏറ്റുവാങ്ങിയയാൾ അത് ക്ഷമിച്ചാലും അത് ഏൽപ്പിക്കുന്ന മുറിവുകൾ അങ്ങനെ തന്നെ അവശേഷിക്കും.
ഒട്ടുമിക്ക അസത്യപ്രചാരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം അസൂയ തന്നെയാണ്. തന്നെക്കാൾ താഴെയുള്ളവരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും താല്പര്യമില്ല. തൻ്റെ ഒപ്പമോ തന്നെക്കാൾ മുകളിലോ ഉള്ളവരെ താഴെയിടുകയാണ് എല്ലാ കിംവദന്തികളുടെയും അടിസ്ഥാനധർമ്മം. എല്ലാ നുണകൾക്കും ചില പൊതു സ്വഭാവങ്ങളുണ്ട്. അവ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കാലത്തിലും രൂപത്തിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. കേൾക്കുന്നവയുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ ക്ഷമയും താല്പര്യവുമുള്ളവർ അത് ചെയ്യുന്നതാണ് ഉത്തമം. അല്ലാതെ എന്ത് കേട്ടാലും അത് സത്യമാണെന്ന് കരുതി കണ്ണുമടച്ചു വിശ്വസിക്കാൻ പാടില്ല. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ. പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഒന്നും തന്നെ നമ്മളാൽ നശിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരാളിൻ്റെ സൽപ്പേര് നമ്മൾ കാരണം ഒരിക്കലും കളങ്കപ്പെടാൻ ഇടവരുത്. ഈ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.